തോട്ടിൽ കാണാതായ ശുചീകരണ തൊഴിലാളി ജോയിയുടെ മൃതദേഹം കണ്ടെത്തിയതായ വാർത്ത സ്ഥിരീകരിക്കുകയാണ്. ഇപ്പോൾ ദൌത്യസംഘം നടത്തിയ പരിശോധനയിൽ ജോയിയുടെ മൃതദേഹം കനാലിനടുത്തു നിന്നും കണ്ടെത്തിയിരിക്കുന്നു. വി അരുൺ ചേരുന്ന ഏറ്റവും പുതിയ വിവരങ്ങളുമായി. അരുൺ, കണ്ടെത്തിയിരിക്കുന്നത് ഈ 46 മണിക്കൂർ നീണ്ട രക്ഷാദൌത്യത്തിൽ നിരാശയോടെ ഫലമുണ്ടാകുന്നു. ജോയിയുടെ മൃതശരീരം കണ്ടെത്തി എന്ന വിവരമാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥന് ലഭിക്കുന്നത്. ശ്രീത്ര പോർ ഹോമിന് സമീപം തകരപ്പറമ്പ് ഇരുമ്പുപാലത്തിന് സമീപം ജോയിയുടെ മൃതദേഹം കണ്ടെത്തിയതായാണ് ലഭിക്കുന്ന വിവരം. ഉദ്യോഗസ്ഥർ അവിടെ എത്തിയിട്ടുണ്ട്, പരിശോധനകൾ നടത്തുന്നു. അവിടേക്ക് ഇറങ്ങാനുള്ള ശ്രമത്തിലാണ് ഉദ്യോഗസ്ഥർ. അവിടെയുള്ള നാട്ടുകാരാണ് നമുക്ക് വിവരം ഇപ്പോൾ നമ്മോട് പങ്കുവയ്ക്കുന്ന. ഉദ്യോഗസ്ഥരും അവിടേക്ക് പോയിട്ടുണ്ട്. മൃതദേഹം കണ്ടെത്തിയെന്ന് തന്നെ ഉള്ള വ്യക്തമായ വിവരമാണ് ഈ ഘട്ടത്തിൽ ലഭിക്കുന്നത്. അതായത് ഇവിടെ നിന്ന് ഒഴുകി തകരപ്പറമ്പ് ഭാഗത്തേക്ക് ജോയിയുടെ മൃതദേഹം അവിടേക്ക് പോയി എന്ന് തന്നെയാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ശരി അരുൺ, ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് ജോയിയുടെ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നു. ആമയിഴഞ്ചാൻ തോട്ടിൽ ശനിയാഴ്ച കാണാതായ ജോയിയുടെ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നു. 46 മണിക്കൂറത്തെ തെരച്ചിലിനൊടുവിലാണ് ഇപ്പോൾ ശ്രീചിത്ര പൂർ ഹോമിന് സമീപത്ത് നിന്നും കനാലിൽ നിന്നും ജോയിയുടെ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത്. ഉദ്യോഗസ്ഥർ അവിടേക്ക് നീങ്ങുകയാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. വി അരുണാണ് നമുക്കൊപ്പം വാർത്തയുടെ വിശദാംശങ്ങളുമായി തുടരുന്നത്. അരുൺ, ആ ഭാഗത്ത് തെരച്ചിൽ നേരത്തെ നടത്തിയിരുന്ന ഭാഗമാണോ? എന്തെങ്കിലും അത് സംബന്ധിച്ച വിവരങ്ങൾ നമുക്ക് ലഭ്യമാണോ? അത്തരത്തിൽ ആ ഭാഗത്ത് തിരച്ചിൽ നടത്തിയിരുന്നില്ല. പക്ഷേ രാവിലെ അത്തരമൊരു സൂചന ഉദ്യോഗസ്ഥർ ലഭിച്ചിരുന്നു. അല്പസമയം മുമ്പ് ഉദ്യോഗസ്ഥർ പഴയ കളക്ടറേറ്റിന് സമീപം ഉണ്ടായിരുന്നു. അവിടേക്ക് പോയപ്പോൾ ഒരുപക്ഷെ നാട്ടുകാരനാണ് വിവരം ലഭിച്ച് അവിടേക്ക് പോയതാകാം. ഇരുമ്പുപാലത്തിന് സമീപം ഇപ്പോൾ മൃതദേഹം ഉണ്ട് എന്ന് തന്നെയാണ് ലഭിക്കുന്ന വിവരം. അവിടെ നാട്ടുകാർ അവിടെ കൂടിയിട്ടുണ്ട്. അവിടെ ഉദ്യോഗസ്ഥർ ഇറങ്ങി അതിനടുത്തേക്ക് എത്താനുള്ള ശ്രമം നടത്തുകയാണ്. അശ്വതി, ശരി. വി അരുണും അങ്ങോട്ടേക്ക് പോകാൻ ഒരുങ്ങുകയാണ്. ഇപ്പോൾ ഇവിടെ വലിയ തെരച്ചിൽ നടത്തിയതിനൊടുവിൽ 46 മണിക്കൂർ നീണ്ട തെരച്ചിലിനൊടുവിൽ ജോയിയുടെ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നു എന്ന വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ് ഈ നിമിഷം പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാനുള്ളത്. നമുക്കറിയാം, ശനിയാഴ്ചയാണ് ജോയ് ശുചിയാക്കുന്നതിനിടെ ശുചീകരണ പ്രവർത്തനങ്ങൾക്കിടെ ആമയിഴഞ്ചാൻ തോട്ടിലെ ഒഴുക്കിലകപ്പെടുകയും സഹപ്രവർത്തകരുടെ കൺമുന്നിൽ ഒലിച്ചു പോവുകയും ചെയ്തത്. അവരുടെ ഞെട്ടൽ നമ്മൾ കണ്ടതാണ്. 1 മണിക്കൂറിന് ശേഷവും മണിക്കൂറുകൾ കഴിഞ്ഞ ശേഷവും മൃതദേഹം കാണാതായപ്പോഴുള്ള ആശങ്ക നമ്മൾ കണ്ടതാണ്. ജോയെ കണ്ടെത്താനാകാതെ വലിയ രീതിയിലുള്ള തെരച്ചിൽ നടത്തിയിരുന്നു. ഇന്നിപ്പോൾ നേവിയും രക്ഷാപ്രവർത്തന സംഘത്തിനൊപ്പം ചേർന്ന് സോണാർ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധന നടത്തുന്നതിനിടെയാണ് ഇപ്പോൾ ശ്രീചിത്ര പൂർ ഹോമിന് സമീപത്ത് നിന്നും ജോയിയുടെ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. കനാലിലാണ് മൃതദേഹം പൊങ്ങിയത് എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. 46 മണിക്കൂറായി ജോയിയെ കാണാതായിട്ട്. അതിനിടെ വലിയ രീതിയിലുള്ള മഴ തിരുവനന്തപുരത്ത് പെയ്തിരുന്നു. രക്ഷാപ്രവർത്തനം വലിയ രീതിയിൽ ദുസ്സഹമായി നടന്നിരുന്നു. റെയിൽവേ സ്റ്റേഷനകത്ത് പോലും തെരച്ചിൽ നടത്തിയിരുന്നു. വലിയ സംഘം അതിനായി എത്തി. കളക്ടർ ഇടപെട്ട എല്ലാ രീതിയിലുമുള്ള മനുഷ്യനാൽ കഴിയുന്ന എല്ലാ രീതിയിലുമുള്ള രക്ഷാപ്രവർത്തനം ആ സമയത്ത് നടത്തിയത് നമ്മൾ കണ്ടതാണ്. അതേസമയം വലിയ വിമർശനം ഈ സാഹചര്യത്തിൽ ഉയർന്നിരുന്നു. കോർപ്പറേഷന്റെ ഭാഗത്തു നിന്നും അനാസ്ഥയുണ്ടായി എന്നും റെയിൽവേയുടെ ഭാഗത്തു നിന്നും അനാസ്ഥയുണ്ടായി എന്നും ശുചീകരണം നടത്തിയിരുന്നില്ല എന്നും വർഷങ്ങളായുള്ള മാലിന്യം അവിടെ അടിഞ്ഞു കിടക്കുകയായിരുന്നു. ഇതൊക്കെയാണ് ഒരു ജീവൻ നഷ്ടമാകാൻ കാരണം എന്ന രീതിയിലുള്ള വലിയ വിമർശനം ഉയരുന്നതിനിടെ ഇപ്പോൾ ഏറ്റവും പുതിയ വാർത്ത ജോയിയുടെ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ശ്രീചിത്ര പൂർ ഹോമിന് സമീപത്ത് നിന്നുമാണ് കനാലിൽ ജോയിയുടെ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത്. ഉദ്യോഗസ്ഥർ അവിടേക്ക് പോവുകയാണ്. ഇത് ഏത് രീതിയിലാണ് ഇനി അങ്ങോട്ടേക്ക് മൃതദേഹം എത്തിയത് എന്നതടക്കമുള്ള കാര്യങ്ങൾ നമുക്ക് അറിയേണ്ടതുണ്ട്. ആമയിഴഞ്ചാൻ തോടിന്റെ മാപ്പ് അടക്കം വെച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള പരിശോധന പലയിടത്തുമായി നടന്നിരുന്നു. എങ്കിൽ ഇപ്പോൾ മൃതദേഹം ശ്രീചിത്ര പൂർ ഹോമിന് സമീപത്തുള്ള കനാലിൽ പൊങ്ങിയിരിക്കുന്നു എന്ന വാർത്തയാണ് നമുക്ക് ലഭ്യമാകുന്നത്. ആമയിഴഞ്ചാൻ തോട്ടിലെ തെരച്ചിൽ ഇപ്പോൾ ഫലം കണ്ടിരിക്കുന്നു. നിരാശയോടെയുള്ള ഫലം കണ്ടിരിക്കുന്നു. ജോയിയുടെ മൃതദേഹം ഇപ്പോൾ ലഭിച്ചിരിക്കുകയാണ്. ആമയിഴഞ്ചാൻ തോട്ടിൽ നിന്നും ജോയിയെ കാണാതായത് ശനിയാഴ്ചയാണ്. ശനിയാഴ്ച 11 മണിയോടെ ആ വാർത്ത പുറത്തു വരുമ്പോൾ വലിയ പ്രതീക്ഷയോടെ ജോയിയെ ഉടൻ കണ്ടെത്താനാകുമെന്ന പ്രതീക്ഷയോടെ എല്ലാവരും കാത്തിരുന്നു. വലിയ ഞെട്ടലിലായിരുന്നു ജോയ്ക്കൊപ്പം ഉണ്ടായിരുന്ന സഹപ്രവർത്തകർ. 3 പേരായിരുന്നു അവർ ശുചീകരണത്തിനായി അന്ന് ആമയിഴഞ്ചാൻ തോട്ടിലും പരിസരത്തും എത്തിയത്.
മഴയുണ്ടായിരുന്നു അന്ന്, വലിയ രീതിയിൽ ഒഴുക്കുണ്ടായിരുന്നു ആമയിഴഞ്ചാൻ തോട്ടിൽ, പതിവിലും കവിഞ്ഞ് അത് കണ്ട രണ്ടുപേർ പിൻവാങ്ങി. ജോയിക്കൊപ്പം ഉണ്ടായിരുന്ന രണ്ടുപേർ പിൻവാങ്ങിയെങ്കിലും ജോയി അവിടെ തുടരുന്ന സാഹചര്യമുണ്ടായിരുന്നു. ജോയിയുടെ സുഹൃത്തിന്റെ വാക്കുകൾ നമുക്ക് ഇപ്പോൾ ഓർക്കുന്നുണ്ട്. അയാൾ വലിയ ആശങ്കയിലായിരുന്നു, വലിയ ദുഃഖത്തിലായിരുന്നു. ഇപ്പോൾ ജോയിയുടെ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നു എന്ന ഏറ്റവും പുതിയ വാർത്തയുടെ വിശദാംശങ്ങളുമായി വി അരുൺ ചേരുന്നു. അരുൺ, ഉദ്യോഗസ്ഥർ അങ്ങോട്ടേക്ക്, രക്ഷാപ്രവർത്തകർ അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ടോ? മൃതദേഹം കണ്ടെത്തിയ ഭാഗത്തു നിന്നും ഇനി എന്തൊക്കെ നടപടികളാണ് അവിടെ നടക്കുക? വിവരങ്ങൾ. ഉദ്യോഗസ്ഥർ അവിടേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഈ ആമേഴന്തോടിന്റെ ആ ഭാഗത്തേക്ക്, മൃതദേഹം കിടക്കുന്ന ഭാഗത്തേക്ക് ഉദ്യോഗസ്ഥർ ഇറങ്ങിയിട്ടുണ്ടെന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. നാട്ടുകാർ അവിടെയുണ്ട്, നാട്ടുകാരും ഈ കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. ഏതായാലും അവിടെ തന്നെ ഉദ്യോഗസ്ഥർ ഇറങ്ങുന്നു ഈ സമയത്ത് എന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. ഏതാനും നിമിഷങ്ങൾക്കകം നമ്മൾ അവിടേക്ക് എത്തിച്ചേരാനാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്കറിയാം ആമേഴന്തോടിന്റെ ഒഴുക്ക്, വലിയ രീതിയിൽ ഒഴുക്കുണ്ടായിരുന്നു ജോയി ഇറങ്ങുമ്പോൾ. അപ്പോൾ ശക്തമായ മഴ പെയ്യുന്ന സമയമായിരുന്നു. ആ സമയത്താണ് ഈ ജോയി അപകടത്തിൽപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന ആളുകൾ, ജീവനക്കാർ കൃത്യമായി തന്നെ അന്ന് പറഞ്ഞതാണ്. പക്ഷെ അപ്പോഴും ജോയി ഇതിൽ പെട്ടോ എന്ന കാര്യത്തിൽ വലിയ സംശയം ആദ്യഘട്ടത്തിലേക്ക് ഉണ്ടായിരുന്നു. കാരണം ഏറെ നേരം പരിശോധിച്ചിട്ടും ഒന്നും കണ്ടെത്താൻ കഴിയാതെ വലിയ നിരാശയിലായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒഴുക്കിൽ പെട്ടുപോയി എന്ന സംശയം ആദ്യഘട്ടം മുതൽ തന്നെ ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ ഭാഗത്തേക്ക് നമ്മൾ എത്തുകയാണ്. അല്പസമയത്തിനകം അവിടേക്ക് എത്തും. ഏതായാലും അവിടേക്ക് വാഹനങ്ങൾ ആ ഭാഗത്തേക്ക് പോകാൻ കഴിയുമോ എന്ന് ശ്രമിക്കുകയാണ് ഉദ്യോഗസ്ഥരും. ഏതായാലും ഉദ്യോഗസ്ഥരെ കുറെ പേർ അവിടെ എത്തിയിട്ടുണ്ട്. നാട്ടുകാർ ഇവിടേക്ക് ഓടിക്കൂടുന്നു. ശ്രീത്ര പൂർ ഹോമിന് പിൻവശത്താണ്, ആമേഴന്തോട് ഭാഗത്താണ് ഈ ഭൗതിക മൃതദേഹം കണ്ടെത്തിയതെന്ന് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. അവിടേക്ക് നമ്മൾ ഏതാനും നിമിഷങ്ങൾക്കകം എത്തിച്ചേരും. ഏതായാലും 46 മണിക്കൂറുകൾ നീണ്ട രക്ഷാപ്രവർത്തന ദൗത്യം നിരാശയോടെ അവസാനിക്കുന്നു. ജോയിയെ രക്ഷിക്കാൻ ആയില്ല. ജോയിക്ക് ജീവൻ നഷ്ടപ്പെട്ടു എന്ന സൂചനകളാണ് ഈ ഘട്ടത്തിൽ നമുക്ക് പറയാൻ കഴിയുന്നത്. അങ്ങനെയാണ് ഉദ്യോഗസ്ഥ വിവരങ്ങൾ ലഭിക്കുന്നത്. ഏതായാലും നമ്മൾ ഇവിടേക്ക് എത്തിച്ചേർന്നു. ശ്രീത്ര പൂർ ഹോമിന്റെ പിൻവശത്തുകൂടിയുള്ള പിൻവശത്താണ് ഇവിടെ ഈ ഭൗതികദേഹം കണ്ടെത്തിയത്. അവിടേക്കാണ് നമ്മൾ ഇപ്പോൾ പോകുന്നത്. അതായത് ഇത്രയധികം ഒഴുക്കുള്ള ഒരു എപ്പോഴും ആമയിഴഞ്ചാൻ തോട് എന്നാണ് പ്രധാനപ്പെട്ട കാര്യം. ശരി അരുൺ, വളരെ വേഗം അവിടേക്ക് എത്തും. അവിടെ നിന്നുള്ള ദൃശ്യങ്ങൾ പ്രേക്ഷകരുമായി ഉടൻ തന്നെ പങ്കുവയ്ക്കാൻ സാധിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. നമുക്കിപ്പം വി വിനോദ് കൂടി ചേരുന്നു. വിനോദ്, ഏറ്റവും ഒടുവിൽ നിരാശാജനകമായ വാർത്ത പുറത്തുവരുന്നു. ജോയിയുടെ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ജീർണാവസ്ഥയിലാണ് മൃതദേഹം എന്നറിയുന്നു. തകരപ്പറമ്പിന് സമീപത്തു നിന്നുള്ള കനാലിലാണ് ഇപ്പോൾ മൃതദേഹം പൊങ്ങിയിട്ടുള്ളത്. അവിടേക്ക് ആളുകൾ, ഉദ്യോഗസ്ഥർ എത്തുകയാണ്. വേണ്ട നടപടിക്രമങ്ങൾ തുടരുകയാണ് അവിടെ. നമ്മൾ ഈ സമയത്ത് ഏറ്റവും പ്രധാനമായും ഓർക്കേണ്ടത്, ഒരു മനുഷ്യൻ നഗരമധ്യത്തിലുള്ള ഒരു കനാലിലേക്ക് അല്ലെങ്കിൽ ഒരു ജലാശയത്തിലേക്ക് വീണിട്ടും അയാളെ രക്ഷിക്കാനായില്ല, അതും പകൽ സമയത്ത് രക്ഷിക്കാനായില്ല എന്നുള്ള വലിയൊരു ഗൗരവമുള്ള വിഷയം നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. ഇപ്പോൾ ജോയിയുടെ മൃതദേഹം കണ്ടെത്തിയെന്ന് പറയുമ്പോഴും എത്രയോ സമയത്ത് 46 മണിക്കൂർ അല്ലെങ്കിൽ 50 മണിക്കൂറിനടുത്തുള്ള തെരച്ചിലിനൊടുവിലാണ് ഇപ്പോൾ ആ മൃതദേഹം പോലും കണ്ടെത്താനായത്. നാവികസേന ഉൾപ്പെടെ രക്ഷാപ്രവർത്തന ദൗത്യത്തിനൊപ്പം ചേർന്നു. നമ്മൾ ഈ വളരെ ഗൗരവത്തോടെ ഈ വിഷയത്തെ കാണേണ്ടതില്ലേ? തിരുവനന്തപുരത്തെ മാലിന്യ നീക്കത്തെക്കുറിച്ച് പലതവണ ചർച്ചകൾ നടത്തിയിരുന്നെങ്കിലും, പലതവണ നമ്മൾ തന്നെ വാർത്തയാക്കിയിരുന്നെങ്കിലും ഇതൊന്നും നടക്കുന്നില്ല ഇതിന് ഒരു തെളിവല്ലേ ഇപ്പോൾ ഒരു ജീവൻ നഷ്ടപ്പെടുത്തേണ്ടി വന്നു, ഇത്രയും മാലിന്യമെങ്കിലും അവിടെ നിന്ന് നീക്കം ചെയ്യാൻ എന്നുള്ളത്? അശ്വതി, ടണലിനുള്ളിൽ കുടുങ്ങിയ ആളെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. അത് എന്തുകൊണ്ട് എന്നത് തന്നെ ഈ അടിഞ്ഞുകൂടിയ മാലിന്യം, ഇത്ര ടൺ കണക്കിന് മാലിന്യം ഈ ടണലിനുള്ളിലേക്ക് വന്നു എന്നത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ ഈ ദൃശ്യമാകുന്ന നിലയിൽ, അതായത് തോടിന്റെ കാഴ്ച കാണാൻ പറ്റുന്ന സ്ഥലത്താണ് മൃതദേഹം കണ്ടെത്തിയിട്ടുള്ളത്. അല്പസമയത്തിനുള്ളിൽ തന്നെ ഇതിന്റെ തുടർ നടപടികൾ സ്വീകരിച്ച് ഈ തിരച്ചിൽ സംഘം ഇതിന്റെ തുടർ നടപടികളുമായി മുന്നോട്ട് പോകാനുള്ള ഒരുക്കത്തിലാണ്. ഇപ്പോൾ മൃതദേഹം കണ്ടെത്തിയത് ടണലിന് ശേഷമുള്ള ഭാഗത്താണ്. തകരപ്പറമ്പ് ഭാഗത്തേക്ക് ഒഴുകിയെത്തുമ്പോഴാണ് മൃതദേഹം കാണാൻ സാധിച്ചത്. മറ്റു ഇടങ്ങളിലെല്ലാം തന്നെ ഇന്നലെയും മിനിഞ്ഞാന്നും തിരച്ചിൽ നടക്കുമ്പോൾ അത് ഏറ്റവും പ്രധാനമായും കേന്ദ്രീകരിച്ചത് ടണലാണ്. സ്വാഭാവികമായും ഈ റെയിൽപാളങ്ങൾ കടന്നു പോകുന്ന ടണൽ 117 മീറ്റർ നീളമുണ്ട്. അതിനുശേഷം പവർ ഹൗസ് റോഡ്, ആ റോഡ് കടന്നു പോകുന്ന ഭാഗത്തും ഈ തരത്തിൽ ടണൽ തന്നെയാണ് നീണ്ടുവരുന്നത്. അവിടെയാണ് നമ്മുടെ പവർ ഹൗസ് റോഡ്, മേൽപ്പാലം ഉൾപ്പെടെ കിള്ളിപ്പാലത്തേക്ക് പോകുന്ന റോഡ് ഈ ടണലിന് മുകളിലൂടെയാണ്. അത് കഴിഞ്ഞിട്ടാണ് തകരപ്പറമ്പ് ഭാഗത്തേക്ക്, പഴവങ്ങാടി തകരപ്പറമ്പ് ഭാഗത്തേക്ക് തുറന്ന പ്രദേശങ്ങളുള്ളത്. അതായത് നമുക്ക് തോട് കാണാൻ പറ്റുന്ന തരത്തിലുള്ള
പ്രദേശമുള്ളത്. ആ മേഖലയിലേക്ക് ഒഴുകി എത്തുമ്പോൾ എത്തിയത് കൊണ്ട് മാത്രമാണ് ഇപ്പോൾ ജോയിയുടെ മൃതദേഹം ഇത്രയും പെട്ടെന്ന് അല്ലെങ്കിൽ രക്ഷാപ്രവർത്തകർ ഇപ്പോൾ മാധ്യമങ്ങളെ കാണുന്നു. രക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ആദ്യം മുതലേ പ്രവർത്തിക്കുന്നത്. നിർഭാഗ്യവശാല് നമുക്കപ്പോൾ കണ്ടെത്താൻ കഴിഞ്ഞില്ല. മാക്സിമം നമ്മൾ എഫർട്ട് അതിനകത്ത് എടുത്തിട്ടുണ്ട്. ഫയർഫോഴ്സിന്റെ എല്ലാ വിഭാഗവും അതിനുവേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. NDRF എത്തിയിട്ടുണ്ടായിരുന്നു, നേവിയുടെ സഹായം വന്നിട്ടുണ്ടായിരുന്നു, നാട്ടുകാരുടെ വളരെയധികം സഹായം ഉണ്ടായിരുന്നു. ഇത് മാനിക്കാതിരിക്കാൻ കഴിയില്ല. ശരി, ജോയിയുടെ ആമയിഴഞ്ചാൻ തോട്ടിൽ കാണാതായ ജോയിയുടെ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത.